ഇത് തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് HUF-ന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഓക്കെ, അപ്പം ഇതും എന്താണ്, HUF-ഉം റെസിഡന്റ് ആവാം, നോട്ട് ഓർഡിനറി റെസിഡന്റ് ആവാം, നോൺ റെസിഡന്റ് ആവാം. 3 സ്റ്റാറ്റസ് ആണല്ലോ അല്ലേ. ഒന്ന് റെസിഡന്റ് ആവാം, ദെൻ റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റ്, ദെൻ നോൺ റെസിഡന്റ്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്യുന്നത് നോക്കാം. റെസിഡന്റ് HUF is resident if control and management, okay, control and management of its affairs is situated wholly, പൂർണ്ണമായും or partly in India. Okay, അതായത് control and management wholly or partly in India. എവിടെ ആയിരിക്കണം? ഇന്ത്യയിലായിരിക്കണം അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് അതിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദി റെലവന്റ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിൽ അതിന്റെ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് എവിടെയായിരിക്കണം? ഇന്ത്യയിലായിരിക്കും, പൂർണ്ണമായും അല്ലെങ്കിൽ ഭാഗികമായും. ഓക്കെ, ആൻഡ് ദ കർത്ത, നമുക്കറിയാലോ എൽഡർ പേഴ്സൺ അല്ലെ, മാനേജർ എന്ന് പറയുന്ന ആരാണ്? കർത്തയാണ്. ഹാസ് ടു സാറ്റിസ്ഫൈ ബോത്ത് ദി അഡീഷണൽ കണ്ടീഷൻസ് അപ്ലിക്കബിൾ ടു ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വലിന്റെ കേസിലുള്ള അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു? ഒന്നാമത്തത് 730 days ഔട്ട് ഓഫ് 7 years preceding the previous year ഇവിടെ ഉണ്ടായിരിക്കണം. അത് ഇൻഡിവിജ്വലിന് പകരം ആരുണ്ടായിരിക്കണം? കർത്ത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ 2 years ഔട്ട് ഓഫ് 10 years കർത്ത ഉണ്ടായിരിക്കണം. അപ്പൊ കർത്ത എന്ത് ചെയ്യണം? കർത്ത ഹാസ് ടു സാറ്റിസ്ഫൈ ബോത്ത് ഓഫ് ദി അഡീഷണൽ കണ്ടീഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഹോളി ഓർ പാർട്ട്ലി സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. വി ക്യാൻ കോൾ ഇറ്റ് ആസ് റെസിഡന്റ്, ഓർഡിനറി റെസിഡന്റ്. നമുക്കെന്ന് വിളിക്കാം ഓർഡിനറി റെസിഡന്റ് എന്ന് വിളിക്കാം. ഓക്കെ ആണോ? ഇതാണ് ബേസിക് ആയിട്ടുള്ള കണ്ടീഷൻ. എന്ത്? മാനേജ്മെന്റ്, കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. ഇതാണ് ബേസിക്. അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആസ് ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ. ഓക്കെ, ബട്ട് സാറ്റിസ്ഫൈഡ് ബൈ ആര്? കർത്ത സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നമ്മൾ ഓർഡിനറി റെസിഡന്റ് പറഞ്ഞു. നോട്ട് ഓർഡിനറി റെസിഡന്റ്, അവിടെ എന്തായിരുന്നു? നോട്ട് ഓർഡിനറി ഇൻഡിവിജ്വലിന്റെ കേസിൽ എന്തായിരുന്നു? ബേസിക് കണ്ടീഷൻ ഓക്കെ ആയിരിക്കും, അഡീഷണൽ കണ്ടീഷൻ എന്തല്ല? ഓക്കെ അല്ല. അതിനായിരുന്നു എന്ത് പറയുന്നത്? നോട്ട് ഓർഡിനറി പറയുന്നത്. ഇവിടെ എന്താ നോക്കാം. HUF ഈസ് നോട്ട് ഓർഡിനറി റെസിഡന്റ് വെൻ ദ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് സിറ്റുവേറ്റഡ് ഹോളി ഓർ പാർട്ട്ലി ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ എന്താണ്? ബേസിക് കണ്ടീഷൻ ഓക്കെയാണ്. ഓക്കെ, ബട്ട് കർത്ത ഓഫ് HUF ഡസ് നോട്ട് സാറ്റിസ്ഫൈ അഡീഷണൽ കണ്ടീഷൻ. അതായത് ബേസിക് കണ്ടീഷൻ ഓക്കെയാണ്, അഡീഷണൽ കണ്ടീഷൻ എന്തല്ല? ഓക്കെ അല്ല. അങ്ങനെയാണെങ്കിൽ ആരായിട്ട് മാറും? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നോൺ റെസിഡന്റ് ആവണമെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യരുത്? ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യരുത്. നമുക്ക് നോക്കാം. നോൺ റെസിഡന്റ് വെൻ കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ് ഓഫ് അഫയേഴ്സ് ഈസ് ഹോളി ഔട്ട്സൈഡ് ഇന്ത്യ. പൂർണ്ണമായ ഭാഗികമായോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കുറച്ച് ഇന്ത്യയിൽ നിന്നായിരിക്കുമല്ലോ. പൂർണ്ണമായി അപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തില്ല? ഇന്ത്യയിലില്ല. ഇന്ത്യയിലില്ല എങ്കിൽ എന്താണ്? അത് നോൺ റെസിഡന്റ് ആണ്, നോൺ റെസിഡന്റ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ ഓർത്തിരിക്കേണ്ട കാര്യം കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്, ഇതാണ് എന്ത്? ബേസിക് കണ്ടീഷൻ. ദെൻ അഡീഷണൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്ത എന്ത് ചെയ്യണം? 730 days ഔട്ട് ഓഫ് 7 years. കർത്ത 2 years ഔട്ട് ഓഫ് 10 years. ഇത് ബേസിക് കണ്ടീഷൻ ഓക്കെയാണ്. ഇതും ഓക്കെ ആണെങ്കിൽ ആരാണ്? ഓർഡിനറി റെസിഡന്റ് ആണ്. ബേസിക് കണ്ടീഷൻ ഓക്കെയാണ്, അഡീഷണൽ കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിലോ? നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണ്. നോൺ റെസിഡന്റ് ആവുന്ന എപ്പോഴാണ്? ബേസിക് കണ്ടീഷൻ ഓക്കെ അല്ലെങ്കിൽ. ക്ലിയർ ആണോ?